എന്റെ ദൈവമേ അച്ഛാ, ഇതെന്താ സംഭവം? ഒരു ജാതക്കുള്ള ആളുണ്ടല്ലോ. ഒന്നും പറയണ്ട മോനെ, ഇനി വരുമെന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരെ ആൾക്കാരുണ്ട്. തങ്ങമ്മേ ഇങ്ങോട്ട് വന്നേ. ഏതാ ഈ തങ്കച്ചി? അത് നിന്റെ വലിയച്ഛന്റെ ഭാര്യ, കുറച്ച് പിരിപോയതാ. ആ നീ ഏതായാലും അകത്തേക്ക് വാ. എന്തായാലും അകത്ത് പോവാ. എന്നാ എന്റെ ബാഗ് എടുത്ത് പോയി. എന്തൊരു കഷ്ടായത്. അയ്യോ എന്റെ ദൈവം, എന്റെ പെട്ടി, എന്റെ അച്ഛ. ഇവരൊന്നും ഗൾഫിൽ നിന്ന് വരെ വരുന്ന കണ്ടിട്ടില്ല. ആ തമിഴെത്തിയാണോ? അവിടെ ഗൾഫാറില്ലാന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ പെട്ടി എടുത്തല്ലോ. ഇതേ കൊണ്ടുവന്ന്. അയ്യോ എന്റെ പെട്ടി, എന്റെ പെട്ടി. എന്റെ വീട്ടില് എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ നടക്കാൻ കൊട്ടി. ஐயோ எப்படி நேராச்சு பெட்டி பொலிக்காதே. கவலைப்படாதமா, எங்க ஒரு பெட்டி திரும்பி வரும். அக்கா കവലപ്പെടാതെ പെട്ടി ഇപ്പൊ പൊളിക്കും. ആമാ എത്ര നേരമായി നിൽക്കുന്നത്? എല്ലാ കുട്ടികളൊന്നും ഉണ്ടോ? അതും പ്രതീക്ഷിച്ച് ഞാൻ നിൽക്കുന്നേ. പിന്നെ എവിടെ പോയി? അല്ല എന്തെങ്കിലും രണ്ടെണ്ണം കിട്ടിയാൽ നമുക്ക് പോയാലും. നീ രണ്ടടിക്കോ നിൽക്കുന്നത് അവിടെ? ചെക്കൻ ഇപ്പം വന്ന് കാര്യം കാണും. റെസ്റ്റ് എടുക്കണം. പെട്ടി എപ്പോഴെങ്കിൽ തുറക്ക? പെട്ടി നോക്കാൻ കുറച്ച് കഴിയും. ഇവിടെ വന്ന കാര്യം പിന്നെയും കൊണ്ടാകുമ്പോ കെട്ടിക്കാ. എല്ലണ്ണേ അമ്മക്ക് ഊർക്ക് പോണോ? ഇവിടുത്തെ അത് നാട്ടിൽ പോകുന്ന കാര്യം പറയുന്നേ. അത് ശരി. ആ എന്നാ പൂവനായിക്കിന്റെ മെല്ലെ വിട്ട കുറച്ച് കഴിഞ്ഞാ പെട്ടി ഇറങ്ങും. ഒന്നും പറയണ്ട അച്ഛാ, ഞാനേ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇത്രയും വലിയൊരു രംഗം ഇതുവരെ കണ്ടിട്ടില്ല. ഒന്നും പറയണ്ട, എല്ലാവരും ഇവിടെ ചടഞ്ഞു കൂടി കുത്തിരിക്കുന്നു. ഇനി ഇവര് പോയില്ലെങ്കിൽ ചെലവ് കൂടും. ആ ചെലവ് കൂടുന്നതിനും കാര്യം നല്ലത് ആ ചെറിയ പെട്ടി എടുത്തിട്ടാണ് പൊളിച്ചങ്ങ് കൊടുത്തേ. എന്താന്ന് വെച്ചാൽ അതാണല്ലേ അല്ലേ? എല്ലാം ഇവിടെ പോയി. എല്ലാം പെട്ടി വിളിക്കുന്നു.